അടുത്താണ് വീണ്ടും ഒരു ഓട്ടോമാറ്റിക് 2015 മോഡൽ സെലിയോറിയോ VXi ഓട്ടോമാറ്റിക്. വെറും 60,000 കിലോമീറ്റർ ഓടി സിംഗിൾ ഓണർ വണ്ടി. 2015 മോഡൽ 2023 ബെലോന ആൽഫ ഓട്ടോമാറ്റിക്. വെറും 7,000 കിലോമീറ്റർ ഓടി വണ്ടി. അടുത്ത 2017 മോഡൽ സ്വിഫ്റ്റ് LX. വെറും 64,000 കിലോമീറ്റർ മാത്രം ഓടി വണ്ടി. 2018 മോഡൽ വാഗണർ VXi ഓട്ടോമാറ്റിക് വണ്ടി. വെറും 25,000 കിലോമീറ്റർ ഓടി. അതാണ് ഒരു സാൻഡ്രോ സിംഗ്. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ, AC കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ്. 2010 മോഡൽ. വെറും 68,000 കിലോമീറ്റർ മാത്രമേ വണ്ടി പോയിട്ടുള്ളൂ. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിൽ ചന്ദനത്തോപ്പ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഇൻഡസിൻ്റെ ഷോപ്പിലാണ് വന്നേക്കുന്നത്. ന്യൂ ഇയറൊക്കെ കഴിഞ്ഞിട്ടുള്ള ഇവരുടെ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ അത്യാവശ്യം നല്ല ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. 1,00,000 രൂപ മുതൽ തുടങ്ങുന്ന വണ്ടികളൊക്കെയാണ് ഇരിക്കുന്നതെന്നൊക്കെയാണ് നമ്മളെ ഡിക്സൺ ബ്രോ പറഞ്ഞേക്കുന്നത്. അപ്പം 2025 ഇൻഡസിൻ്റെ ആദ്യ വീഡിയോ, ഞാൻ എടുക്കുന്ന ആദ്യ വീഡിയോ എന്നുള്ള നിലയിലും വിലയിലൊക്കെ നല്ല വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ടായിരിക്കും പറയുന്നതെന്നുള്ള പ്രതീക്ഷയിലും ചെറുതും വലുതുമായ വണ്ടികൾ നോക്കുന്ന എല്ലാത്തരം പ്രേക്ഷകർക്കും കാണാവുന്ന നല്ലൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഉതകുന്ന നല്ലൊരു വീഡിയോ ആയിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് ഇവിടുത്തെ വീഡിയോ കൂടി സ്റ്റാർട്ട് ചെയ്യാം. വാ. അപ്പോഴേ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം സ്ഥിരം പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്ന ഡിക്സൺ ബ്രോ വന്നിട്ടുണ്ട്. ബ്രോ കമാൻ. ഹായ്. ന്യൂ ഇയർ പ്രമാണിച്ച് ഹാപ്പി ന്യൂ ഇയർ. അത് ഞാൻ പറഞ്ഞില്ല, ഞാൻ പക്ഷേ അല്ലാതെ പറയുന്നുണ്ട്. അപ്പം ന്യൂ ഇയർ പ്രമാണിച്ച് എങ്ങനെയാണ് നിങ്ങളെ വണ്ടികളുടെ വിശേഷങ്ങളൊക്കെ എങ്ങനെയാണ്? പഴയ വണ്ടികളിൽ കുറേ വണ്ടികൾ ഇവിടെ തന്നെ കിടക്കുന്നുണ്ട്. വിലയിലെ ഒരു ഇത് വെച്ചിട്ടൊക്കെയാണ് പഴയ സ്റ്റോക്ക് കയറ്റിയിട്ടുണ്ട് നമ്മൾ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ എപ്പോഴും ഇവനെ നിർത്തിയിട്ട് പറയാമെന്ന് വിചാരിക്കരുത്. വേറെ ഷോപ്പുകളില്ല, വേറെ ട്രൂ വാല്യൂ ഷോപ്പുകളിൽ പോകുന്നതിനകത്ത് ഇവൻ്റെ അടുത്ത് ഞാൻ വരുന്നതിന് ഒരു കാരണമുണ്ട്. കാരണം ഇവർ കൊടുക്കുന്ന ചാർട്ടിനകത്ത് ഇവർ പറയുന്ന വിലയെ എല്ലാവരും പറയാറുള്ളൂ. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഒരു വേരിയേഷൻ വരുത്തി ആൾക്കാർക്ക് ഒരു ഇമ്പ്രസ് ഉണ്ടാവണമെന്നുള്ള രീതിയിൽ വില പറഞ്ഞു തരുന്നത് ഡിക്സൺ ബ്രോയാണ്. അതുകൊണ്ടാണ് ഞാൻ ഡിക്സൺ ബ്രോയെ വിടാതെ എല്ലാ മാസവും വന്ന് വീഡിയോ ചെയ്യുന്നത്. കാരണം യവൻ്റേതായ രീതിയിലൊരു മാന്യമായ വില നമുക്ക് വേണ്ടി തരുന്നുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ബാക്കി ഷോപ്പുകളിൽ തരുന്നതിനെ അപേക്ഷിച്ച്, തരുന്നില്ല അല്ല, പക്ഷെ തരുന്നതിനെ അപേക്ഷിച്ച് കുറച്ചും കൂടി കുറച്ചാണ് ഇവൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വരുന്നത്. അപ്പോൾ നമ്മളെ വണ്ടികൾ ഈ 1,00,000 രൂപയുടെ വണ്ടി നീ നേരത്തെ പറഞ്ഞു. അപ്പോൾ 1,00,000 രൂപയുടെ വണ്ടി അത് കറക്റ്റ് 1,00,000 ആണോ? അത് എത്ര താഴെ 1,00,000 രൂപ താഴ്ന്ന വണ്ടിയാണ്. നമുക്കിപ്പം അധികം ക്വാളിറ്റി വണ്ടി, നല്ല ക്വാളിറ്റി വണ്ടി നമ്മുടെ അവൈലബിളാണ്. പക്ഷേ ഹൈ ക്വാളിറ്റി, ലോ കിലോമീറ്റർ ഓട്ടുന്ന ഹൈ ക്വാളിറ്റി വണ്ടികളും പിന്നെ ലോ ബഡ്ജറ്റ് വണ്ടികളും എല്ലാം നമ്മുടെ അവൈലബിൾ സ്റ്റോക്ക് ഉണ്ട്. ഇപ്പോൾ ഉണ്ടാ ഈ വീഡിയോ തരാണ്ട്? തരാണ്ട്. അപ്പോൾ കുറഞ്ഞ വണ്ടികൾ നോക്കുന്ന എല്ലാത്തരം പ്രേക്ഷകർക്കും കാണാവുന്നതുമായ ഒരു വീഡിയോ ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വണ്ടികൾ ഞാൻ കണ്ടില്ല, വണ്ടി കാണണം. അപ്പം നമുക്ക് ഇവൻ പറയുന്ന 1,00,000 രൂപയോ അല്ലെങ്കിൽ അതിൽ താന്നുള്ള വണ്ടികളൊക്കെ ഉണ്ടോ എന്നുള്ള വിശേഷങ്ങളൊക്കെ നോക്കിയിട്ട് വരാം. ഓക്കെ. ഒരു സാൻഡ്രോ സിംഗ്. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ, AC കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ്. 2010 മോഡൽ. വെറും 68,000 കിലോമീറ്റർ മാത്രമേ വണ്ടി പോയിട്ടുള്ളൂ. വേറെ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും വണ്ടിക്കില്ല. നീറ്റ് കണ്ടീഷൻ വണ്ടി. ജെന്യൂൻ കിലോമീറ്റേഴ്സൊക്കെ ആണ്. ജെന്യൂൻ കിലോമീറ്റർ. സിംഗിൾ ഓണറാണോ? സിംഗിൾ ഓണർ. സീറ്റ് ഓറും കാര്യങ്ങളും വണ്ടിക്ക് ചെയ്തിട്ടുണ്ട്. വേറെ ആക്സിഡൻറ്റ് കാര്യങ്ങളും ഒന്നും വണ്ടിക്കില്ല. 2010 മോഡൽ സാൻഡ്രോ. നമുക്കൊരു 1,15 നമുക്ക് വണ്ടി കൊടുക്കാം. നമുക്ക് വണ്ടി വൃത്തിയുണ്ട്. എത്ര ചോദിക്കുന്നത്? 1,15 നമുക്ക് കൊടുക്കാം. 1,15 കൊടുക്കാം. 2025 അതെ. വണ്ടി ടെസ്റ്റിന് 1 രൂപയുടെ കാശ് വണ്ടിക്ക് ഇറക്കണ്ട. പേപ്പർ വർക്കിൻ്റെ കാശ് മാത്രം വണ്ടിക്കകത്ത് ചെയ്താൽ മതി. അല്ല 1 രൂപയുടെ പെയിൻറ്റിങ് വർക്ക് വണ്ടിക്കകത്ത്, 1 രൂപയുടെ പെയിൻറ്റിങ് വർക്ക് പോലും വണ്ടിക്കകത്തില്ല. ടെസ്റ്റിൻ്റെ പേപ്പറിൻ്റെ കാശ് മാത്രം നോക്കി 2 നിങ്ങൾക്ക് പേപ്പർ കിട്ടും. റീപ്ലേസ്മെൻറ്റ്സ് ആയിട്ടൊന്നുമില്ല? ഒന്നുമില്ല, നത്തിങ്, ഒന്നുമില്ല. നീറ്റ് വണ്ടി. വണ്ടി ഓരോ കാണാനൊക്കെ കൊള്ളാം. ടയറും കാണാൻ എല്ലാം കൊണ്ട് വണ്ടി. വേറെ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. എല്ലാം നീറ്റ് വണ്ടി. സീറ്റ് കവർ കണ്ടൊന്നും വണ്ടിയെ നമ്മൾ വിലയിരുത്തരുതെന്നാണ്. ഇല്ല, ഞാൻ സീറ്റ് അല്ല, വണ്ടിയുടെ ക്വാളിറ്റിയാണ്. വണ്ടിയുടെ ക്വാളിറ്റി കാര്യം പറഞ്ഞാൽ ഒരു റീപെയിൻറ്റ് ഒന്നും ചെയ്യേണ്ട, നീറ്റ് വണ്ടി. അപ്പോൾ നമ്മൾ ലോ ബഡ്ജറ്റ് ഓൾട്ടോ കേട്ടൺ ഓട്ടോമാറ്റിക് നോക്കിയാലോ. 2016 മോഡൽ ഓട്ടോ കേട്ടൺ ഓട്ടോമാറ്റിക്. വെറും 30,000 കിലോമീറ്റർ. സെക്കൻഡ് ഓണർ വണ്ടി. വേറെ ആക്സിഡൻറ്റ് ഹിസ്റ്ററി റീപ്ലേസ്മെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല. 2016 ഓട്ടോമാറ്റിക് കേട്ടൺ. ഓണർഷിപ്പ് എത്രയായിരുന്നു? സെക്കൻഡ് ഓണർഷിപ്പ്. സെക്കൻഡ് ആണ് ഓട്ടോമാറ്റിക്. വേറെ 30,000 കിലോമീറ്റർ മാത്രമേ വണ്ടി പോയിട്ടുള്ളൂ. കിലോമീറ്റർ ഒക്കെ ജെന്യൂനാണ്. കമ്പനി ഇഷ്ടമുള്ള വണ്ടിയാണ്. 2016 ഓൾട്ടോ കേട്ടൺ ഓട്ടോമാറ്റിക് വണ്ടി. നമുക്കൊരു 3,20 നമുക്ക് വണ്ടി കൊടുക്കാം. 3,20,000 രൂപയ്ക്ക് 2016 കേട്ടൺ ഓട്ടോമാറ്റിക് കൊടുക്കാം. വേറെ ആക്സിഡന്റ് കേസ് ഇല്ല, അങ്ങനെ ആക്സിഡന്റ് പ്രശ്നങ്ങളൊന്നുമില്ല. ഓവറോൾ ബോഡിയൊക്കെ കാണാൻ കൊള്ളാം, നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. റീപെയിന്റ് കാര്യങ്ങളൊന്നും കയറിയില്ല. റീപെയിന്റ് ബമ്പർ കൂടം കാലം റീപെയിന്റ്, അല്ല വേറെ റീപെയിന്റ് കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. ടയേഴ്സും ഒക്കെ അത്യാവശ്യം ടയേഴ്സും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. ചോദ്യം എത്രയായിരുന്നു? 3,20,000 രൂപ കൊണ്ട് കൊടുക്കാം നമുക്ക്. 2016 കേട്ടൺ ഓട്ടോമാറ്റിക് വണ്ടി. അടുത്താണ് വീണ്ടും ഒരു ഓട്ടോമാറ്റിക്. 2015 മോഡൽ സെലിയോറിയോ VXi ഓട്ടോമാറ്റിക്. വെറും 60,000 കിലോമീറ്റർ ഓടി സിംഗിൾ ഓണർ വണ്ടി.
2015 മോഡൽ സെലേറിയോ VXi ഓട്ടോമാറ്റിക് വണ്ടി. കറക്റ്റ് കിലോമീറ്റർ പറയുകയാണെന്നുണ്ടെങ്കിൽ 61,880 കിലോമീറ്റർ മാത്രം വണ്ടി ഓടിക്കുന്നത്. വേറെ മേജർ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ഒന്നും വണ്ടിക്കത്തില്ല. സർവീസൊക്കെ കമ്പനി സർവീസ് എല്ലാം ഫുള്ള് കമ്പനി സർവീസാണ്. വണ്ടി കാണാനൊക്കെ കൊള്ളാം. സീറ്റ് കവേഴ്സ് കാര്യങ്ങളില്ല. ഇല്ല സീറ്റ് ചെയ്തിട്ടില്ല. ഫ്ലോർ മാറ്റും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഓവറോൾ വണ്ടി കാണാനൊക്കെ അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഓക്കെയാണ്. 4 ഡോർ പവറിൻ്റെ ആണ് അല്ലേ? അത് 4 ഡോർ പവറിൻ്റെ 2015 മോഡൽ സെലേറിയോ VXi ഓട്ടോമാറ്റിക്. റീപ്ലേസ്മെന്റ്സ് ആയിട്ട് റീപ്ലേസ്മെന്റും കാണാൻ നിലവിൽ വണ്ടിക്ക് ഒന്നുമില്ല. ടയേഴ്സൊക്കെ ടയർ 4 പുത്തൻ ടയറാണ് കിടക്കുന്നത്. 80% പുത്തൻ ടയറുണ്ട്. പുത്തൻ ടയറാണ് കിടക്കുന്നത്. ചോദ്യം ഇത് നമുക്കൊരു 365 നമുക്ക് കൊടുക്കാം. 3,65,000 കൊടുക്കാം. 2015 മോഡൽ സെലേറിയോ VXi ഓട്ടോമാറ്റിക് 365 കൊടുക്കാം. അടുത്തൊരു സ്വിഫ്റ്റ് 2021 മോഡൽ സ്വിഫ്റ്റ് LX വെറും 24,000 കിലോമീറ്റർ ഓടി വണ്ടി. 24,000 ഓടി? വെറും 24,000 കറക്റ്റ് കിലോമീറ്ററാണ്. 24,267 കിലോമീറ്റർ. 2021 സ്വിഫ്റ്റ് LXi വണ്ടി. കിലോമീറ്റർ. സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം വണ്ടിക്ക് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. വേറെ ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. ബേസ് വേരിയൻ്റ് ആയിരുന്നോ? ബേസ് മോഡൽ. നമുക്ക് അതുപോലെ എഞ്ചിന് ഗിയർ ബോക്സിന് 1 ഇയർ വാറണ്ടി വണ്ടിക്ക് വരുന്നുണ്ട്. 2021 മോഡൽ സ്വിഫ്റ്റ് LXi വണ്ടി നല്ല നീറ്റും വൃത്തിയൊക്കെ തന്നെയാണ്. ഫസ്റ്റ് ടയേഴ്സാണ്. റീപ്ലേസ്മെന്റ്സ് കാര്യങ്ങളൊന്നുമില്ല. വാറണ്ടി വരുന്നുണ്ട് വണ്ടിക്ക്. 1 വർഷം. അത് നിങ്ങൾ കൊടുക്കുന്നില്ല? എഞ്ചിന് ഗിയർ ബോക്സിന് 1 ഇയർ വാറണ്ടി വരുന്നുണ്ട്. ഓക്കെ. എത്ര ചോദ്യം? ഇത് നമുക്കൊരു 5,40,000 കൊടുക്കാം. 2021 സ്വിഫ്റ്റ് LXi 5,40,000 നമുക്ക് കൊടുക്കാം. അതെ, ഓഫർ പ്രൈസ് ഒക്കെ പറഞ്ഞ് വിടുകയാണ്. ഇതൊക്കെ ഓഫർ പ്രൈസ് ആണോ? അതെ, തീർച്ചയായിട്ടും. ഈ പറഞ്ഞ റേറ്റിൽ നമുക്ക് നെഗോഷിയേഷൻ ഉണ്ടായിരിക്കുന്നതായിരിക്കും. 2023 ഇഗ്നിസ് ഓട്ടോമാറ്റിക് വെറും 11,000 കിലോമീറ്റർ ഓടി വണ്ടി. 2023 ഞാൻ കേട്ട 21. 2023 ഇഗ്നിസ് ഓട്ടോമാറ്റിക് വണ്ടി വെറും 11,000 കിലോമീറ്റർ. ഏറ്റവും ലോ കിലോമീറ്റർ വണ്ടിയാണ്. 11,841 കിലോമീറ്റർ. 2023 ഇഗ്നിസ് ഓട്ടോമാറ്റിക് വണ്ടി. എഞ്ചിന് ഗിയർ ബോക്സിന് 1 ഇയർ വാറണ്ടി വരുന്നുണ്ട്. റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നും നിലവിൽ വണ്ടിക്കില്ല. സ്റ്റോക്ക് കണ്ടീഷൻ വണ്ടി. ഹൈ ക്വാളിറ്റി വണ്ടി. സീറ്റ് കവർ, ഫ്ലോർ മാറ്റ്, പീസ് മാറ്റ് ഒന്നും വേണ്ട. എല്ലാ ആക്സറീസും വണ്ടിക്കകത്ത് ചെയ്തിട്ടുണ്ട്. എടുത്തൊരു ആക്സറീസും കാര്യങ്ങളൊന്നും വണ്ടിക്കകത്തൊന്നും ചെയ്യേണ്ട. അതെ, ഈ 11,000 എന്ന് പറഞ്ഞാൽ പുതിയ വണ്ടി ആയല്ലോ. പുത്തൻ വണ്ടി. 2023 വണ്ടി. റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. ഒന്നുമില്ല. നമ്മൾ വാറണ്ടി ഉൾപ്പെടെയാണ്. കമ്പനി വാറണ്ടി, എക്സ്റ്റൻഡ് വാറണ്ടി വണ്ടി കിട്ടുന്നുണ്ട്. നിലവിൽ വണ്ടി എടുത്തപ്പോൾ എക്സ്റ്റൻഡ് വാറണ്ടിയും അതുകൂടാതെ നമ്മുടെ വാറണ്ടിയും വണ്ടി കിട്ടുന്നുണ്ട്. ഉണ്ട്. ഓക്കെ. എത്ര ചോദ്യം? ഇത് നമുക്കൊരു 6,55,000 കൊടുക്കാം നമുക്ക്. അടുത്ത 2017 മോഡൽ സ്വിഫ്റ്റ് LXi വെറും 64,000 കിലോമീറ്റർ മാത്രം ഓടി വണ്ടി. 61,000 കിലോമീറ്റർ. 61,000. 2017 മോഡൽ സ്വിഫ്റ്റ് LXi കൺവേർട്ട് ചെയ്ത് VXi ആക്കിയ വണ്ടി. സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം വണ്ടിക്ക് തന്നിട്ടുണ്ട്. വേറെ ആക്സിഡൻറ്റ് ഹിസ്റ്ററി റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. കറക്റ്റ് കിലോമീറ്റർ 61,115 കിലോമീറ്റർ. ആൻഡ്രോയിഡ് സിസ്റ്റം, ബാക്ക് ക്യാമും കാര്യങ്ങളെല്ലാം വണ്ടിക്ക് തരുന്നുണ്ട്. സീറ്റ് കവർ, ഫ്ലോർ മാറ്റ്, പീസ് മാറ്റ് എല്ലാം വണ്ടിക്ക് തരുന്നുണ്ട്. വേറെ ആക്സിഡൻറ്റും കാര്യങ്ങളൊന്നുമില്ല. 2017 മോഡൽ സ്വിഫ്റ്റ് LXi വണ്ടി. കിലോമീറ്റർ ഒക്കെ ജെന്യുവിൻ ആണ്. പക്ക കിലോമീറ്റർ. റീപ്ലേസ്മെന്റ്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും വണ്ടിക്കില്ല. ഒന്നുമില്ല. ബാക്ക് സൈഡൊക്കെ ഓക്കെ, കാണാനൊക്കെ കൊള്ളാം, വൃത്തിയുണ്ട്. ബാക്ക് ടയറൊക്കെ പുത്തൻ ടയറാണ് കിടക്കുന്നത്. എത്ര ചോദ്യം? ഇത് നമുക്കൊരു 4,50,000 കൊടുക്കാം. 4,00,000. 2017 സ്വിഫ്റ്റ് LXi 61,000 കിലോമീറ്റർ. LXi കൺവേർട്ട് ചെയ്ത് VXi ആക്കിയ വണ്ടി. 4 പുത്തൻ ടയർ, സെൻട്രൽ ലോക്ക്, മ്യൂസിക് സിസ്റ്റം, അതായത് ആൻഡ്രോയിഡ് സ്റ്റീരിയോ എല്ലാം വണ്ടിക്ക് തരുന്നുണ്ട്. 2017 സ്വിഫ്റ്റ് LXi. അത് 2020 മോഡൽ സ്വിഫ്റ്റ് VXi വെറും 20,000 കിലോമീറ്റർ ഓടി വണ്ടി. ലോ കിലോമീറ്റർ. 2020 മോഡൽ സ്വിഫ്റ്റ് VXi. ഫസ്റ്റ് ടയർ നല്ല വൃത്തിയുള്ള ടയറുണ്ട്. ബാക്ക് ടയർ നോക്കിയാലും നല്ല വൃത്തിയായിട്ട് തന്നെ കിടപ്പുണ്ട്. ഫസ്റ്റ് ടയർ. സീറ്റ് കവർ, ഫ്ലോർ മാറ്റ് എല്ലാം വണ്ടിക്ക് കറക്റ്റ് 20,180 കിലോമീറ്റർ. ആൻഡ്രോയിഡ് സ്റ്റീരിയോ, ബാക്ക് ക്യാമ്പ് കാര്യങ്ങളെല്ലാം വണ്ടിക്ക് അത് അഡീഷണൽ ചെയ്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾസും കാര്യങ്ങളെല്ലാം VXi വണ്ടി. 2020 സ്വിഫ്റ്റ് VXi. സീറ്റ് കവറുണ്ട്, 4 ഡോർ പവറുണ്ട്, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. ബാക്ക് സൈഡ് നോക്കിയാലൊക്കെ വണ്ടി നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. വൃത്തിയായിട്ട് സൂക്ഷിച്ച ആരുടെ വണ്ടിയാണ്? നീറ്റ് ഉണ്ട്. 2020 സ്വിഫ്റ്റ്. റീപ്ലേസ്മെൻറ്റ്സ് ഒന്നുമില്ല. വണ്ടിക്ക് വാറണ്ടിയും വാങ്ങുമ്പോൾ വരുന്നുണ്ട്. വണ്ടിക്ക് എത്ര വർഷം? 1 ഇയർ. അപ്പോൾ ഇൻഡസ് കൊടുക്കുന്ന വാറണ്ടി? അതെ, ഇൻഡസിൻ്റെ വാറണ്ടി 1 ഇയർ വാറണ്ടി വരുന്നുണ്ട്. എത്ര ചോദ്യം? ഇത് നമുക്കൊരു 6,20,000 എമൗണ്ട് കൊടുക്കാം. 6,20,000 കൊടുക്കാം. 2020 സ്വിഫ്റ്റ് VXi. വിലയിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. നമുക്ക് വണ്ടിക്ക് ഒരു 6 ലക്ഷം രൂപ വണ്ടിക്ക് ലോണും കിട്ടും. വണ്ടി അപ്പോൾ അവർ
20,000 രൂപ 20,000 വണ്ടി നടക്കാം. നമുക്ക് ഈ കാണിച്ച വണ്ടികളെല്ലാം നമുക്ക് മാക്സിമം ഫണ്ടിങ് അവൈലബിൾ ആണ് എല്ലാ വണ്ടി. ഈ വണ്ടികളിൽ ഒന്നിലും ചോദിച്ചത് ലാസ്റ്റ് പ്രൈസ് അല്ല? ഒന്നുമില്ല. ഇത് പറഞ്ഞാൽ എല്ലാത്തിനും നെഗോഷിയേഷൻ ഉണ്ട് വണ്ടി. 2022 മോഡൽ വാൻഡർ VXA 1 ലിറ്റർ വണ്ടി വെറും 40,000 കിലോമീറ്റർ. ഓണർഷിപ്പ് എത്ര? സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓണർ. ഇത് ഫസ്റ്റ് ടയർ ഫസ്റ്റ് ടയർ ആണ്. ബാക്ക് ടയർ മാറിയിട്ടുണ്ട്. ബാക്ക് ടയർ മാറിയിട്ടുണ്ട്. ബാക്ക് ടയർ മാറിയിട്ടുണ്ട്. 2022 വാഗണർ VXA 1 ലിറ്റർ. എഞ്ചിന് ഗിയർ ബോക്സിന് വാറണ്ടി വരുന്നുണ്ട്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നും നിലവിൽ വണ്ടിക്കില്ല. നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഫോർഡോ പവർ വിൻഡോ, മിറർ അഡ്ജസ്റ്റ്മെന്റ്സ് എല്ലാം വരുന്ന വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ വണ്ടിയുടെ വില എങ്ങനെയാണ്? വില നമുക്കൊരു 5,30,000 രൂപ വണ്ടി കൊടുക്കാം. 5,30,000. നമുക്കതിനകത്ത് 5 ലക്ഷം രൂപ വണ്ടിക്ക് ലോണും കിട്ടും. 30 രൂപ 2022 വാഗണർ VXA. അതുകൂടാതെ 2022, 2023 വണ്ടി നമ്മുടെ കിടപ്പുണ്ട്. ഇത് നമ്മുടെ 4-5 വണ്ടി നമ്മുടെ സ്റ്റോക്ക് കിടപ്പുണ്ട്. ഈ കാണുന്ന വണ്ടികളുടെ റീപ്ലേസ്മെന്റ്സ് ഒന്നുമില്ല. ഈ കാണുന്ന ഇത്ര വണ്ടി വാഗണർ നമ്മുടെ കിടപ്പുണ്ട്. ഈ വണ്ടിക്ക് ഒന്നും എല്ലാത്തിനും നമുക്ക് വാറണ്ടിയും കാരണം എല്ലാം വരുന്ന വണ്ടി. 2023 വണ്ടി നമ്മുടെ കിടപ്പുണ്ട്. ZXA ഉള്ള വണ്ടി നമ്മുടെ കിടപ്പുണ്ട്. ഏറ്റവും കുറഞ്ഞ വിലയുള്ള വണ്ടി ഏതായിരിക്കും? ഏറ്റവും കുറഞ്ഞ ഇപ്പോൾ 5.5, 4.90, 4.5 കിലോ വണ്ടി കിടപ്പുണ്ട് നമ്മുടെ ഉണ്ട്. ന്യൂ ഷേപ്പ് വാഗണർ. അവിടെ 2022 മോഡൽ ഓൾട്ടോ 90 LXI ഓപ്ഷണൽ വണ്ടി വെറും 13,000 കിലോമീറ്റർ മാത്രം ഓടിക്കും. 2022 ഓൾട്ടോ 90. കിലോമീറ്റർ ജെന്യൂൻ പക്ക കിലോമീറ്റർ. സീറ്റോറ്, ഫ്ലോർ മാറ്റ്, സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം വണ്ടിക്കകത്ത് ചെയ്തിട്ടുണ്ട്. 13,319 കിലോമീറ്റർ. പവർ വിൻഡോസ് ഇല്ല അല്ലേ? പവർലെസ് ഉണ്ട്. ഫ്രണ്ട് 2 പവർ വിൻഡോ. പവർ വിൻഡോ ആണോ? ഉണ്ട്. ഫ്രണ്ട് 2 പവർ വിൻഡോ. 2022 ഓൾട്ടോ 90 LXI ഓപ്ഷനിൽ വെറും 13,000 കിലോമീറ്റർ ഓടി വണ്ടി. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. എഞ്ചിന് ഗിയർ ബോക്സിന് വാറണ്ടി വരുന്നുണ്ട്. ഒരു വർഷം. ടയേഴ്സൊക്കെ ആദ്യത്തെ 13,000 രൂപ ടയർ. എത്ര ചോദ്യം? ഇത് നമുക്കൊരു 3,60,000 രൂപ കൊടുക്കാം. 2022 ഓൾട്ടോ 90 LXI ഓപ്ഷന് വണ്ടി 13,000 കിലോമീറ്റർ 3,60,000 കൊടുക്കാം. നെഗോഷിയേഷൻ റേറ്റ് ആണ്. 2023 ബലോന ആൽഫ ഓട്ടോമാറ്റിക് വെറും 7,000 കിലോമീറ്റർ ഓടി വണ്ടി. 7,000 ഓടിയിട്ടുള്ളൂ. 2023 ആൽഫ. ഇതിൻ്റെ ഫീച്ചേഴ്സ് പറയാനാണ് ഇന്ന് തീരത്തില്ല. ഹെഡ് അപ്പ് ഡിസ്പ്ലേ, 360 ഡിഗ്രി ക്യാമറ എന്ന് പറയേണ്ട ഒരുപ്പെട്ട ആക്സറീസ് എല്ലാം വണ്ടിക്കകത്തുണ്ട്. ടോപ്പ് വേരിയൻ്റ് ആണോ? ടോപ്പ് വേരിയൻ്റ് ആൽഫ ഓട്ടോമാറ്റിക്. 2023 ആൽഫ ഓട്ടോമാറ്റിക്. എക്സ്റ്റൻഡ് വാറണ്ടി, നമ്മുടെ വാറണ്ടി, ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. എല്ലാം വരുന്നുണ്ട് വണ്ടിക്കകത്ത്. എല്ലാം ഉണ്ട്. പ്രത്യേകിച്ച് അപ്പോൾ ഒന്നും പറയാനില്ല. ഒരു വണ്ടിക്കകത്ത് എന്തൊക്കെ വേണോ അതെല്ലാം ഉണ്ട്. ബാക്ക് AC വെൻറ്റും ഉണ്ട്. സാധാരണ ടോപ്പ് വേരിയൻ്റ്. 2023 ബലോനോ ആൽഫ ടോപ്പ് വേരിയൻ്റ് ഉണ്ട്. ഏജിയസ്. എത്ര ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 9,50,000 രൂപ കൊടുക്കാം. 9,50,000 രൂപ. 2023 ആൽഫ ഓട്ടോമാറ്റിക് ബലോനോ 9,50,000 രൂപ. 2018 മോഡൽ വാഗണർ VXA ഓട്ടോമാറ്റിക് വണ്ടി വെറും 25,000 കിലോമീറ്റർ ഓടി. 2018 എന്ന് പറയുമ്പോൾ 7 വർഷം മാറി കഴിഞ്ഞു. 7 വർഷം. 2018 മോഡൽ. 2018 മോഡൽ. ഇത്ര ഓടിയിട്ടുള്ളൂ. കമ്പനി ഹിസ്റ്ററി വണ്ടി. റീപ്ലേസ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. നീറ്റ് വണ്ടി. അല്ലെങ്കിൽ വണ്ടി കണ്ടെന്ന് പോലെ ഞാനൊന്ന് അല്ല. കിലോമീറ്റർ ഇത് ജെന്യൂൻ തന്നെയാണ്. പക്ക കിലോമീറ്റർ. എവിടെ നമുക്ക് പ്രൂവ് ചെയ്യിപ്പിക്കാം. വണ്ടിക്ക് അകമൊക്കെ നല്ല നീറ്റ്. ബാക്ക് സൈഡ് കൂടെ നോക്ക്. നല്ലപോലെ യൂസ് ചെയ്തിട്ട് പോലും തോന്നുന്നില്ല ആ രീതിക്ക്. 2018 മോഡൽ വാൻഡർ VXA ഓട്ടോമാറ്റിക് വെറും 27,000 കിലോമീറ്റർ. 4 ടയർ നോക്കിക്കോ. ടയറെല്ലാം നല്ല ടയേഴ്സാണ്. പക്ഷേ ഇത്രയും വർഷമായിട്ട് കിടക്കുന്ന ടയറാണെന്നുണ്ടെങ്കിൽ ആ ടയർ കൊണ്ട് ഉപയോഗമില്ലെന്നാണ് പൊതുവെ പറയുന്നത്. പറ്റത്തില്ല. എത്ര ചോദ്യം? ഇത് നമുക്കൊരു 4,80,000 രൂപ കൊടുക്കാം. കുറയും. ഫിക്സഡ് റേറ്റ് ഒന്നുമല്ല. കിലോമീറ്റർ ഇത്രയും കുറച്ച് ഓടിയോളൊന്നും ഒരു റീപ്ലേസ്മെൻറ്റോ റീപെയിൻറ്റോ കാര്യങ്ങളോ ഒന്നും വണ്ടിക്കില്ല. 2018 മോഡൽ വാൻഡർ VXI ഓട്ടോമാറ്റിക് വണ്ടി 25,779 കിലോമീറ്റർ. 2022 സെലേറിയോ ZXI പ്ലസ് വണ്ടി വെറും 20,000 കിലോമീറ്റർ. 20 ഓടിയോളൂ. 2022 സെലേറിയോ ZXI പ്ലസ്. 22 സെലേറിയോ ZXI പ്ലസ് വെറും 20,000 കിലോമീറ്റർ. എഞ്ചിനും ഗിയർ ബോക്സിനും വാറണ്ടിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വേറെ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നും നിലവിൽ വണ്ടിക്കില്ല. ഇത് ടോപ്പ് വേരിയൻ്റ് ആണോ? ടോപ്പ് വേരിയൻറ്റ്. ഏറ്റവും ടോപ്പ്. സെലേറിയോയിലെ ടോപ്പ് വേരിയൻറ്റ്. പക്ഷേ സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ ചെയ്തിട്ടില്ല. അതൊക്കെ ചെയ്ത് കൊടുക്കാം. കാര്യങ്ങളെല്ലാം ഉണ്ട്. ക്രൂയിസ് കൺട്രോൾ അല്ലേ? സ്റ്റിയറിംഗ് കൺട്രോൾസും അലോയ്സും കാര്യങ്ങളെല്ലാം വണ്ടിക്ക് തരുന്നുണ്ട്.
ബാക്കി കാര്യങ്ങളെല്ലാം ഉണ്ട്. എത്ര ചോദ്യം? ഇത് നമുക്കൊരു 590 കൊടുക്കാം. റീപ്ലേസ്മെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. 2022 സെലിയോറിയോ ZXi പ്ലസ് വണ്ടി. 590 590 കൊടുക്കാം. 2016 മോഡൽ വാഗണർ VXi വണ്ടി. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് 1 ലക്ഷം കിലോമീറ്റർ വണ്ടി പോയിട്ടുണ്ട്. ഒന്ന് തേച്ച് 2016 മോഡൽ വാഗണർ VXi 1 lakh കിലോമീറ്റർ. വേറെ ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻറ്റും കാര്യങ്ങളൊന്നുമില്ല. എഞ്ചിനും ഗിയർ ബോക്സിന് വാറണ്ടിയും കാര്യങ്ങളൊന്നും വണ്ടിക്ക് വരുന്നില്ല കേട്ടോ. വാറണ്ടി ഇല്ലാത്തതുകൊണ്ട് 2018 ശേഷമുള്ളിലേക്ക് വാറണ്ടിക്ക് വരത്തുള്ളൂ. VXi വണ്ടി. ബാക്ക് ടയർസ് കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ 4 ടയർ നോക്കിയോ, 4 പുത്തൻ ടയർ കിടക്കുന്നു. റീപെയിന്റ് കാര്യങ്ങൾ കയറിയിട്ടുണ്ടല്ലോ. റീപെയിന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എത്ര ചോദ്യം? ഇത് നമുക്കൊരു 3,20,000 കൊടുക്കാം. 2016 വാഗണർ 3,20,000 കൊടുക്കാം. അത്യാവശ്യം വണ്ടി കാണാനൊക്കെ കൊള്ളാം അല്ലേ? ഇല്ല, റീപ്ലേസ്മെന്റ് ആയിട്ട് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. അത് 2010 മോഡൽ ഓൾട്ടോ LXi 2 2010 മോഡൽ രണ്ടും ഏതാണ്ട് 80-70 കിലോമീറ്റർ ഓടി വണ്ടിയാണ്. രണ്ടും 2010 മോഡൽ ഓൾട്ടോ LXi വണ്ടി. ഇതിൻ്റെ ടയേഴ്സൊക്കെ അത്യാവശ്യം നല്ല ടയറുണ്ട്. ബാക്ക് ടയർ നോക്കിയാലും നല്ല ടയേഴ്സ് കാര്യങ്ങൾ കിടപ്പുണ്ട്. റീപ്ലേസ്മെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. ഇല്ല. വണ്ടിക്കകം കാണാനൊക്കെ ആവറേജ് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. ബേസാണ്. സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഫ്ലോർ മാറ്റ് കാര്യങ്ങളുണ്ട്. ഡോർ പാഡ് കാര്യങ്ങളൊക്കെ കൊള്ളാം. തുരുമ്പ് കാര്യങ്ങൾ അങ്ങനെയുള്ളതൊന്നുമില്ല. ആ രീതിയിലെല്ലാം വണ്ടി വൃത്തിയുണ്ട്. എത്ര ചോദിക്കുന്നത്? ഇത് രണ്ടും നമുക്ക് 1 ലക്ഷം രൂപയ്ക്കകത്ത് കൊടുക്കാം. രണ്ടും 1 ലക്ഷം രൂപയ്ക്ക് അകത്ത് വണ്ടി വന്ന് നേരിട്ട് കാണുക, സംസാരിക്കുക, എടുത്തുകൊണ്ട് പോവാം. രണ്ടും നമുക്ക് 1 രൂപയ്ക്ക് താഴെ ചവിട്ടി കൊടുക്കാം. ഈ വണ്ടി എങ്ങനെയാണ്? റീപ്ലേസ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 2010 മോഡൽ ഓൾട്ടോ LXi. 2 LXi ആണ്. AC പവർ സ്റ്റിയറിംഗ് ഉള്ള വണ്ടി. രണ്ടിനും ടയേഴ്സ് കാര്യങ്ങളെല്ലാം അത്യാവശ്യം കിടപ്പുണ്ട്. ഇത് ഓണർഷിപ്പ് എത്രയാണ്? 2 സിംഗിൾ ഓണർ വണ്ടി. 2 സിംഗിൾ ഓണർ അല്ല, അത് സിംഗിൾ. ഇത് സെക്കൻഡ് ഓണർ. ബ്ലാക്ക് വണ്ടി സെക്കൻഡ് ഓണറാണ്. പക്ഷെ വണ്ടിക്ക് ആകമൊക്കെ കാണാനൊക്കെ കൊള്ളാം. വൃത്തിയായിട്ട് തന്നെ ഇരിക്കുക. സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അതുപോലെ തുരുമ്പ് കാര്യങ്ങൾ വല്ലതും ഉണ്ടോ? ഇല്ലില്ല, അങ്ങനെയുള്ളതൊന്നും കാണുന്നില്ല. വണ്ടി ആ രീതിയിലെല്ലാം വൃത്തിയുണ്ട്. 2010 ആയതുകൊണ്ടാണ് അങ്ങനെ നോക്കുന്നത്. ഡോർ പാഡ് നോക്കിയാലൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുക. അതൊന്നും കുഴപ്പമില്ല. ബാക്ക് സൈഡ് നോക്കിയാലും ആ രീതിയിലെല്ലാം വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഫ്ലോർ മാറ്റ് കാര്യങ്ങളെല്ലാം അടിച്ചിട്ടുണ്ട്. 4 ടയേഴ്സും നല്ല ടയർ കാര്യങ്ങൾ കിടപ്പുണ്ട്. ഇത് 1 ലക്ഷം രൂപയ്ക്കകത്ത്. 1 ലക്ഷം രൂപയ്ക്ക്. ഈ 1 ലക്ഷം രൂപയ്ക്ക് അകത്തെന്ന് പറഞ്ഞാൽ ഏകദേശം എന്താ വരും? നമുക്ക് അതിനകത്ത് നിർത്തി കൊടുക്കാം. ഒന്ന് വണ്ടി കണ്ട് സംസാരിച്ച് നമുക്ക് അതിനകത്ത് നിർത്തി കൊടുക്കാം. 2 വണ്ടി നമ്മൾ 1 ലക്ഷം രൂപ എന്നുള്ള രീതിക്കാണ് പറയുന്നത്. അപ്പോൾ അതെ, അതിനകത്ത് നമുക്ക് നിർത്തി കൊടുക്കാം 2 വണ്ടി. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം അവസാനിച്ചിട്ടുണ്ട്. നല്ല വണ്ടികളായിരുന്നു. എല്ലാം അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വണ്ടികളാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ, അതായത് ഡിസംബറിൽ ഞാൻ ചെയ്ത വീഡിയോ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ കൂടി പ്രൈസിനകത്തൊക്കെ നല്ല വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. 1 വർഷം എന്ന് പറയുന്നത് 1 മാസം കഴിയുമ്പോൾ 1 വർഷമായാലും. അപ്പോൾ ആ 1 വർഷത്തെ ഒരു ഇടിവായിരിക്കാം എന്നാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കുന്നവർക്ക്, വണ്ടി എടുക്കാൻ നോക്കുന്നവർക്ക് ക്വാളിറ്റി പ്ലസ് വിലയിലൊരു മാന്യത എന്നുള്ള രീതിയിലായിരിക്കും ഈ വീഡിയോ വന്നേക്കുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം ചെറിയ വണ്ടികളും എന്നാൽ അത്യാവശ്യം ക്വാളിറ്റിയുള്ള വണ്ടികളും മാന്യമായ വിലയ്ക്ക് എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാത്തരം പ്രേക്ഷകർക്കും കാണാൻ കൊള്ളാവുന്ന നല്ലൊരു വീഡിയോ ആണ് ഞാൻ തന്നേക്കുന്നത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. പിന്നെ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.